ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. നമുക്ക് നല്ല ശ്വാസം മുട്ടലും എന്താ പറയുക, ഒരു അലർജി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ട്. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അങ്ങനെ നമ്മൾ നേരെ തലശ്ശേരി പുതിയ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 30 റുപ്യേൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കണം. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിമിറ്റഡ് ബസ് ഒന്ന് പോയി, അത് ഭയങ്കര തിരക്കിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ KSRTC ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാല മിംസിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതവിടെ നിർത്തുമല്ലോ. അപ്പോൾ ഈ ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആളൊന്നും ഇല്ല. ഫസ്റ്റത്തെ ബാച്ചിൽ ബാക്കിയുള്ള എല്ലാവരും പോയതുകൊണ്ട് ഈ ഒരു ബസ്സിൽ കുറച്ച് ആൾക്കാരില്ല കേട്ടോ. അപ്പോൾ KSRTC ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൽ കയറാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടത്, ആനവണ്ടിയിൽ ആനന്ദയാത്ര. നമ്മൾ ഇപ്പോൾ KSRTCയിൽ ഇങ്ങനെ മറ്റേ നമ്മൾ യാത്രയെല്ലാം പോകുന്നുണ്ടല്ലോ, നമ്മൾ ടൂർ, 1 ഡേ ടൂർ, 2 ഡേ ടൂറല്ലോ, അതൊക്കെ ഇപ്പം KSRTCയും പോസിബിൾ ആക്കിയെന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്പറെല്ലാം ഞാൻ ജസ്റ്റ് നോക്കി വെച്ചതാട്ടോ. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോകാമല്ലോ. അങ്ങനെ ഒരു 35 മിനിറ്റിന് ശേഷം നമ്മുടെ ചാല എത്തിയിട്ടുണ്ട്, ചാല മീൻസ്. അപ്പോൾ എത്തിയിട്ട് ഞാൻ വണ്ടി വന്നപ്പോൾ ക്യാമറ ഓണാക്കിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഓണാക്കിയിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പിന്നെ നേരെ റിസപ്ഷനിൽ പോയി അവിടുന്ന് ടോക്കനും വാങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ എൻ്റെ ഡോക്ടറുള്ളത്. ഞാൻ പൾമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ലിഫ്റ്റ് കയറി മേലയിലെത്തി. അപ്പോൾ എനിക്ക് 10ാമത്തെ ടോക്കനാണ് കിട്ടിയിട്ടുള്ളത്. വേഗം തന്നെ കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 11:30 ആ ഒരു സമയമായിന്. അതുകൊണ്ട് തന്നെ ഒരു 5ാമത്തെ ടോക്കനൊക്കെ പോയിന്. അതുകൊണ്ട് അത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ തലേന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വേഗം തന്നെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴാണ് ടോക്കന് എല്ലാം ബുദ്ധിമുട്ട് വരാൻ. വെറുതെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് അങ്ങനെ നമ്മൾ നേരെ ബദറിന് എന്താ സാധനം ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ നമ്മൾ ബേസ്മെൻറ്റിൽ പോയിട്ട് ബദറിന് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവിടുന്ന് നേരെ ഫാർമസിയിൽ നിന്ന് മരുന്നും വാങ്ങിച്ച് വീണ്ടും നമ്മൾ KSRTC ബസ്സിൽ തന്നെയാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും, പക്ഷെ എന്താണെന്നറിയില്ല. ആ ബസ്സിലുണ്ടായിരുന്നില്ല. അതൊരു ഏകദേശം ഒരു പകുതി കുട്ടികളും, അതായത് സ്റ്റുഡൻസാന്ന് തോന്നുന്നു, നേരെ മിംസിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം കാലിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ വന്നത് ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കാർണോറ മോൻ്റെ ബർത്ത്ഡേ ആണ്, 2nd ബർത്ത്ഡേ ആണ് കേട്ടോ, ഓസിൽ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ബർത്ത്ഡേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ബർത്ത്ഡേക്ക് അടിപൊളി കേക്കും, റെഡ് ബി കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്കും
നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കാർന്നൂർ നല്ലൊരു ഷെഫായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പം തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വൈൽഡ് തീമാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റും ഗോൾഡും ഗ്രീനും കളറായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കേക്കിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, അടിപൊളി കേക്കായിരുന്നു. റെഡ് ബി കേക്കായിരുന്നു. അപ്പോൾ ഫലുദ വേൾഡ് എന്നാട്ടോ അത് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ കാർന്നോറം മോന് തായ്ലാൻഡിലാണ്. അപ്പോൾ അവന് സർപ്രൈസായിട്ട് ബേബിക്ക് നല്ലൊരു ഗിഫ്റ്റ്, നല്ലൊരു ഫ്രെയിം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ കേക്ക് അടിപൊളിയാണ്. അപ്പോൾ മോൻ്റെ അടുത്ത് കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മോൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര കരച്ചിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡിലേക്ക് വന്ന് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. നമുക്ക് ചിക്കൻ മന്തി ഉണ്ട്, അതുപോലെ തന്നെ പ്രോൺസിൻ്റെ നൂഡിൽസ് ഉണ്ട്, അൽസ, മുട്ടമല, ചിക്കൻ ഫ്രൈ, അതുപോലെ ചിക്കൻ ബിരിയാണി, പിന്നെന്താ അടിപൊളി മന്തി, ഫ്രൂട്ട്സ്, ഡെസേർട്ട് എന്ന് വേണ്ട അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്. താങ്ക് യു.